ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഇതിനകത്തുണ്ട് കേട്ടോ, മെസ്സേജസ് ഒക്കെ കണ്ടാൽ നമുക്ക് ഹായ് ഹായ് ഹലോ ഹലോ ഓടി അല്ലേ അല്ലേ. ആരാധകർ ശല്യമായി തോന്നിയിട്ടുണ്ടോ? ആരാധകർ ശല്യമായി തോന്നിയിട്ടില്ല. പക്ഷെ ചില സമയത്ത് ചില ക്രീപ്പി ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കിങ്സ് അതൊക്കെ എനിക്ക് ക്രീപ്പി ആയിട്ട് ട്രൂ ഫാൻസ് അല്ലാതെ നമ്മളെ സ്റ്റോക്ക് ചെയ്യാൻ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഇതിനകത്തുണ്ട് കേട്ടോ, മെസ്സേജസ് ഒക്കെ കണ്ടാൽ നമുക്ക് ഹായ് ഹായ് ഹലോ ഹലോ ഓടി അല്ലേ അല്ലേ. റിപ്ലൈ ജാടയാണോ? നേരെ തെറി വിളിക്കും. അയ്യോ സെൻസർ ആദ്യം ഹായ് പിന്നെ റിപ്ലൈ തരുമ്പോ പ്ലീസ് എന്താ റിപ്ലൈ ഇല്ലാത്ത ജാടയാണോ? വേണ്ട റിപ്ലൈ ലാസ്റ്റ് ആകുമ്പോ തെറിയാണ് ഭയങ്കര അങ്ങനെ തെറി വിളിക്കും. നീ കാരണം ഉണ്ടായിട്ടുണ്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേനും ഹായ് ഹലോ ഹൗ ഇത് തന്നെ. സ്വന്തമായിട്ടുള്ള ഒരു റൂമർ കേട്ട് കരച്ചിൽ വന്നിട്ടുണ്ടോ? ഏതാ ശരിക്കുള്ള കരച്ചിലല്ല, നമ്മള് എനിക്കാകപ്പെട്ട ഒരു റൂമർ എനിക്കിതുവരെ അറിയത്തുള്ളൂ. സൂപ്പർ സ്റ്റാർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ രമ്യ റോഷൻ ചോദിക്കുന്ന 6 കോടി അതൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. 6 കോടി രൂപയാണോ? എനിക്ക് 6 കോടി കരഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, ഏതെങ്കിലും റൂമർ സത്യമായി മാറിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂമർ ഒന്നുമില്ല. കാരണം ബോഡി ഷേവിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ? വണ്ണം കൂടിയെന്നോ കുറഞ്ഞെന്നോ എന്തായിരുന്നു അത്? വണ്ണം കുറയുന്ന സമയത്ത് വണ്ണം കുറഞ്ഞായിരിക്കും, വണ്ണം കൂടുന്ന സമയത്ത് ഇനി കഴിക്കാൻ പാടില്ല. അത്യാവശ്യം എന്ന് വെച്ചാ അങ്ങേയറ്റം റിലേറ്റീവ്സ് ആയാലും ഇപ്പൊ എന്നെ ഇപ്പൊ ഫസ്റ്റ് കാണുന്ന ഞാൻ മെലിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ മനഃപൂർവ്വം മെലിഞ്ഞതല്ല, കാരണങ്ങൾ കൊണ്ട് എനിക്ക് മെലിഞ്ഞതാണ്, ഞാൻ പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. അപ്പം ഇപ്പൊ കാണുമ്പോ തന്നെ മെലിഞ്ഞല്ലോ എന്താ ഫുഡ് കഴിക്കാതെ. കാരണം നമ്മളിപ്പം അവര് പറയുമ്പോൾ ആദ്യത്തെ ഒരാളാണ് അവര് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ അവര് വരുന്നു ഞങ്ങളോട് ചോദിക്കുന്നു, ആദ്യമായിട്ട് ചോദിക്കുന്നു. പക്ഷെ എനിക്കിത് ഞാൻ ഒരു 1000 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ടോർച്ചറിങ് ആണ്. എന്താ കൊള്ളി പോലെ ഇരിക്കുന്നു, എന്താ പിന്നെ ഇതും വെച്ച് നീ എന്ത് ഇതാക്കാനാ, അങ്ങനെ പുറത്തു വരാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലും വന്നിട്ടുണ്ട്. ഭയങ്കര അതൊരു എന്തെങ്കിലും ഒരു കൊനിഷ്ട് ക്വസ്റ്റ്യൻ ഇല്ലാതെ വീണ ചേച്ചിയുടെ ഇന്റർവ്യൂ തീരില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? To be honest, yes. അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. അതെല്ലാം മക്കൾക്കും തോന്നുമല്ലോ. ഉണ്ടായിട്ടില്ലേ? ഇന്നും ഞാനും അമ്മ കേട്ടിട്ട് നമ്മൾ എന്റെ വീട്ടിൽ കിടന്ന് ചിലക്കുമായിരുന്നു. വെച്ചാല് എനിക്ക് ശബ്ദം കേട്ടായിരുന്നു. എന്റെ തൊണ്ടവേനയല്ല, എനിക്ക് ശ്വാസം മുട്ടലാണ്. ആവി വലിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രാത്രി വന്നപ്പം. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു അവിടെ 7:30 കഴിഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. അപ്പം അമ്മ പക്ഷെ 6:30 തന്നെ ഏൽപ്പിച്ചു. അപ്പൊ